സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന പുതിയ ചാപ്റ്ററിലേക്ക് നമ്മളിന്ന് കടക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യമായി എന്താണ് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നോക്കാം. എ സീക്വൻസ് മീൻസ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ നമ്പേഴ്സ് ഓർ എനിത്തിങ് ആൻഡ് ഇറ്റ് ഈസ് ordered in such a way that it has an identified first number, second number, third number and so on. അതായത് നമ്മളൊരു ഓർഡറിൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സ് ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുന്നു. അതിൽ ആദ്യത്തേത് രണ്ടാമത്തേതെന്ന് പ്രത്യേകം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കളക്ഷനെയാണ് നമ്മൾ സീക്വൻസസ് എന്ന് പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ ശ്രേണികൾ എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ആ സീക്വൻസിൽ ആദ്യത്തേത് രണ്ടാമത്തേത് എന്ന് പ്രത്യേകം നമുക്ക് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഓരോ നമ്പർ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആദ്യത്തെ രണ്ടാമത്തെ അങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളതിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സീക്വൻസിൽ ആദ്യത്തേത് രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ നമുക്ക് 1, 2, 3 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അങ്ങനെ പറയാം. അപ്പോൾ അതിലുള്ള ഓരോന്നിനും നമ്മൾ ടേം എന്നാണ് പറയുന്നത്. അപ്പോൾ സീക്വൻസിൽ ഓരോ ടേമിനെയും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിലെ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് ടേമിനെ A1 എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ടേമിനെ നമുക്ക് A2 എന്ന് പറയാം, തേർഡ് ടേമിനെ A3 എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കളക്ഷനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ഓരോ നാച്ചുറൽ നമ്പറിനും കറക്റ്റായിട്ടൊരു നമ്പറോ ലെറ്ററോ അവിടെ ഉണ്ടാകും. അപ്പോൾ അതിനെ നമുക്ക് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്നും ഉള്ള ഒരു ഫങ്ഷനായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ നമ്മൾ പറയുന്നത് നാച്ചുറൽ നമ്പറിൽ നിന്നുള്ള സെറ്റിൽ നിന്നുള്ള ഒരു ഫങ്ഷൻ ആണ് ആര് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് അതെന്തുകൊണ്ടാണ് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സിൽ നമുക്കറിയാം നാച്ചുറൽ നമ്പർ സെറ്റിൽ എന്തൊക്കെയാണുള്ളത്? 1 തൊട്ട് തുടങ്ങുന്നുണ്ട് അല്ലേ? 1, 2, 3 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റ് സെറ്റാണ് നാച്ചുറൽ നമ്പർ സെറ്റ്. ഇതിലുള്ള ഓരോന്നിനെയും നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒന്നാമത്തത് രണ്ടാമത്തത് മൂന്നാമത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ആ സീക്വൻസിനെ എന്ത് പറയാം? ഏത് സീക്വൻസും നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്നുള്ള ഒരു ഫങ്ഷനായിട്ട് നമുക്ക് പറയാം. അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ അങ്ങനെ ഓർഡർ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഈ നാച്ചുറൽ നമ്പർ സെറ്റിൽ നിന്നുള്ള ഫങ്ഷനാണ് നമ്മൾ പറയുമ്പോൾ ഇതിൽ ആദ്യത്തെ എലമെൻറ്റിനെ ആദ്യത്തെ ടേമിനെ A1 എന്ന് വിളിക്കാം, രണ്ടാമത്തേന് A2, A3 അങ്ങനെയാണെങ്കിൽ nth ടേമിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? AN എന്ന് വിളിക്കാം. ഇനി ആ സീക്വൻസ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഡോട്ടിട്ട് നമ്മൾ കാണിക്കും. ഇനി എപ്പോഴാണ് ഒരു സീക്വൻസ് ഫൈനൈറ്റ് ആകുന്നത്? ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഇപ്പം ഞാൻ എഴുതിയതുപോലെ A1, A2, A3 എക്സെട്ര ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രം. ഇപ്പോൾ ഒരു A10 വരെ അല്ലെങ്കിൽ ഒരു A100 വരെ അങ്ങനെ കുറച്ച് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റുന്ന അത്രയും എലമെൻറ്റ്സും ടേംസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും? ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. ഇനി എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്രയും ഉണ്ടെങ്കിൽ അതായത് A1, A2, A3 ഇങ്ങനെ A1, AN എത്തി വീണ്ടും പോന്നു, അങ്ങനെയാണെങ്കിൽ നമ്മളെന്ത് പറയും? ഇതിനെ ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് പറയും. അപ്പോൾ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ അങ്ങനെ ഓർഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ നാച്ചുറൽ നമ്പർ സെറ്റിൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ് ടേംസ് മാത്രമുള്ളതിനെ ഫൈനൈറ്റ് എന്ന് പറയും. അത് ഫൈനൈറ്റ് അല്ല എങ്കിൽ നമ്മളതിനെ എന്ത് പറയും? ഇൻഫിനിറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് ഒന്ന് പോകാം. എ സീക്വൻസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദി സെറ്റ് ഓഫ് natural numbers or subset of it denoted as an or an. അപ്പോൾ നമ്മളിതിനെ A of n എന്ന് പറയും. അപ്പോൾ A of 1, A of 2 ആദ്യത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തെ അങ്ങനെ പറയാം. ഇനി എ സീക്വൻസ് കണ്ടെയ്നിങ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സീക്വൻസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് A1, A2, A3 എക്സെട്ര AN വരെ n 100 10 എന്തോ ആയാൽ നമ്മളതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. ഇനി ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? If the sequence is not finite, then it is called what? Infinite. ഇനി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീക്വൻസ് എടുത്തിട്ട് അതിനെ
പ്ലസ് ഇട്ട് കാണിക്കുവാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? സീരീസ് എന്ന് പറയും. അപ്പോൾ സീക്വൻസിലുള്ള ടേംസിനെ സമ്മായിട്ട് എഴുതുവാണെങ്കിൽ അതെന്താണ്? സീരീസാണ്. If A1, A2, A3, etc. n is a given sequence, then A1 plus A2 plus A3 plus etc. plus An is called the series associated with the given sequence. അപ്പോൾ ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസാണ് അത് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ an വരെയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലസ് ഇട്ടിട്ട് താഴോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. an വരെ സമ്മായിട്ട് നമുക്ക് എഴുതാം. അതിനെ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് An, ദാറ്റ് ഈസ് സിഗ്മ വെച്ച് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സിഗ്മ വെച്ച് എഴുതാൻ സമ്മിനെ കാണിക്കാനാണ് സിഗ്മ. സിഗ്മക്ക് ഞാൻ AK എന്ന് കൊടുക്കുന്നു. കെയുടെ വാല്യൂ 1 മുതൽ n വരെ. അപ്പോൾ k = 1 ആണെങ്കിൽ A1. സിഗ്മ കാണിക്കുന്നത് സമ്മാണ്. അപ്പോൾ A പ്ലസ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എത്ര വരെ പോകും? n വരെ. അപ്പോൾ An വരെയുള്ള സമ്മിനെ വളരെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ k = 1 to n AK എന്ന് എഴുതാം. അപ്പോൾ സീരീസും സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സീരീസ് എന്ന് പറഞ്ഞാൽ സമ്മാണ്, സീക്വൻസ് എന്ന് പറഞ്ഞാൽ സമ്മല്ല. അതിനെ ലിസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ സാധാരണ ഈ ഫസ്റ്റ് ഭാഗത്തുനിന്ന് വരാറുള്ളത്, നമുക്ക് nth ടേം തന്നാൽ നമ്മളതിലുള്ള ടേംസ് എങ്ങനെ എഴുതും? അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ് ഹൂസ് nth ടേം ഈസ് an n × n + 2. അപ്പോൾ n-ന് 1 എന്ന് കൊടുത്താൽ ആദ്യത്തെ ടേം കിട്ടും, 2 എന്ന് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ടേം കിട്ടും. അങ്ങനെ 5 ടേം വരെ എഴുതാനാണ് ഇവിടെ പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ an എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ n × n + 2 ആണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. an = n × n + 2. അപ്പോൾ നമ്മൾ A1 കാണുമ്പോൾ n-ന് 1 കൊടുക്കണം. 1 × 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ഇപ്പോൾ A2 കാണാൻ n-ന് 2 കൊടുക്കുന്നു. 2 × 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 ഇറ്റ് ഈസ് ഈക്വൽ ടു 8. ദെൻ A3 3 × 3 + 2 that is equal to 3 × 5 that is equal to 15. Then A4 4 × 4 + 2 that is equal to 4 × 8 sorry 6 that is equal to 24. Then A5 that is equal to 5 × 5 + 2 that is equal to 5 × 7 it is equal to 35. തെറ്റാതെ കാൽക്കുലേഷൻ ചെയ്യുക. n-ന് 1 2 3 4 5 എങ്ങനെ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ടേംസ് കിട്ടും. ഒരു രണ്ടാമത്തെ ചോദ്യം നോക്കാം. an = n/n + 1. അപ്പോൾ അവിടെ നമുക്ക് n/n + 1 ആണ്. an = സെക്കൻഡ് ക്വസ്റ്റ്യൻ n/n + 1. അവിടെ നമ്മൾ A1 കിട്ടാൻ എന്ത് ചെയ്യണം? n-ന് 1 കൊടുക്കണം. അപ്പോൾ 1/1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. A2 കിട്ടണമെങ്കിൽ 2/, അല്ലേ? n-ന് 2 കൊടുക്കുന്നു. 2/2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. ആൻഡ് A3 3/3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ആൻഡ് A4 കിട്ടാൻ 4/4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. ആൻഡ് A5 equal to 5/5 + 1 that is equal to 5/6. ഇങ്ങനെ നമുക്ക് എത്ര ടേം വേണമെങ്കിലും എഴുതാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മൂന്നാമത്തെ ചോദ്യം an = -1 raised to n - 1 5 raised to n + 1. അപ്പോൾ -1/an = -1 raised to n - 1 5 raised to n + 1. അവിടെ A1 എന്ന് പറയുമ്പോൾ -1 raised to 1 - 1 5 raised to 1 + 1 that is equal to -1 raised to 0 it is 1 5 raised to 2 5 square is equal to 25. Then A2 is equal to -1 raised to 2 - 1 5 raised to 2 + 1 that is equal to -1
raised to 1 minus 1 into 5 cubed, that is equal to minus 125. Then A3 is equal to minus 1 raised to 3 minus 1, 5 raised to 3 plus 1. That's equal to minus 1 raised to 2. അപ്പോൾ പോസിറ്റീവ് ആണ്. 5 raised to 4. 5 raised to 4 is equal to 625. Then A4 equal to minus 1 raised to 4 minus 1, 5 raised to 4 plus 1. That is equal to this 4 minus 1 3 ആകുമ്പോൾ നെഗറ്റീവ് 5 raised to 5. 5 raised to 5 is equal to negative 3125. Then A5 is equal to minus 1 raised to 5 minus 1, 5 raised to 5 plus 1. That is equal to minus 1 raised to 4 is positive. Therefore 5 raised to 6. That is equal to 15,625. ഇങ്ങനെ നമുക്ക് എത്ര ടേം വേണമെങ്കിലും ഇതിനകത്ത് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. സാധാരണ ചോദിക്കാറുണ്ട്, 1 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേം എഴുതാൻ പറഞ്ഞാൽ, ഇപ്പോൾ 20th ടേം എഴുതണം, നമ്മൾ എന്നിന് എന്ത് കൊടുത്താൽ മതി? 20 കൊടുത്താൽ മതി. ഇപ്പോൾ nth ടേം അറിഞ്ഞാൽ നമുക്ക് എന്നിന് 1, 2, 3 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൊടുത്താൽ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ദഫോ ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അറിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നേരത്തെ ചെറിയ ക്ലാസ്സിൽ 10th പഠിച്ചിട്ടുണ്ട് AP അല്ലേ? അറിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് AP, ഷോർട്ടാക്കിയിട്ട് പറയുന്നത് AP എന്നാണ്. അപ്പോൾ എന്താണ് അറിത്മെറ്റിക് പ്രോഗ്രഷൻ? എ സീക്വൻസ് A1, A2, etc. AN ഈസ് കോൾഡ് എൻ അറിത്മെറ്റിക് പ്രോഗ്രഷൻ if AN+1 equal to AN+D. അതായത് തൊട്ടടുത്ത ടേം കിട്ടാൻ നമ്മൾ ഒരു ടേമിനോട് ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്യും അല്ലേ? ഇപ്പോൾ n+1 ടേം കിട്ടാൻ nth ടേമിനോട് D ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ടേം കിട്ടി, രണ്ടാമത്തെ കിട്ടാൻ എന്ത് ചെയ്യണം? അതിനോടൊരു പ്രത്യേക നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. വീണ്ടും രണ്ടാമത്തേനോട് അതേ നമ്പർ ആഡ് ചെയ്യുന്നു. അങ്ങനെ കൂട്ടി എഴുതുന്ന പ്രോഗ്രഷനെയാണ് നമ്മളെന്ത് പറയുന്നത്? അറിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം A1 ആണെങ്കിൽ ഈ കോമൺ ഡിഫറൻസ് D ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ. അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അതായത് തൊട്ടടുത്ത ടേം കിട്ടാൻ A1ൽ നിന്ന് A2 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? A1നോട് ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുന്നു, D ആഡ് ചെയ്യുന്നു, വീണ്ടും D ആഡ് ചെയ്യുന്നു, അടുത്ത ടേം കിട്ടുന്നു. ഇതിനോട് D ആഡ് ചെയ്താൽ 4th ടേം കിട്ടും. അപ്പോൾ D നമ്മൾ പറയുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ടേമാണ്, A1 എന്നുള്ളതാണ് ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് D എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിൽ ഈ അറിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു പ്രത്യേകത, തൊട്ടടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും അല്ലേ? അതായത് A2 മൈനസ് A1 ഏതിനോട് ഈക്വൽ ആയിരിക്കും? A3 മൈനസ് A2നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പുതിയതല്ല, നേരത്തെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ ഫസ്റ്റ് ടേം നമ്മൾ A ആയിട്ടും കോമൺ ഡിഫറൻസ് D ആയിട്ടും എടുത്താൽ ആ APനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറ്റും. എങ്ങനെ? ഈ A1, A2, A3 എന്ന് എഴുതുന്നതിന് പകരം ആദ്യത്തെ ടേം A ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? A+D, കോമൺ ഡിഫറൻസ് കൂട്ടുന്നു. വീണ്ടും മൂന്നാമത്തെ ടേം കിട്ടാൻ A+2D ആയിരിക്കും. നാലാമത്തെ ടേം A+3D ആയിരിക്കും. അപ്പോൾ 10ാമത്തെ ടേമോ A+9D ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ nth ടേം എങ്ങനെ എഴുതാം നമുക്ക്? A+n-1 into D. അതായത് മൂന്നാമത്തെ ടേമിൽ 3നേക്കാളും 1 കുറവാണ് 2, A+2D ആണ്. അപ്പോൾ ഇവിടെ n-നേക്കാളും 1 കുറവാണ് n-1. അപ്പോൾ A+n-1 into D ആയിരിക്കും nth ടേമായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സം ടു n ടേംസ് ഓഫ് എൻ AP എന്താണ്? നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അത് SN ആണ്. നമ്മൾ ഈ Aയും Dയും അറിഞ്ഞിരുന്നാൽ സം ടു n ടേംസ് കാണുന്ന ഫോർമുല n/2 into 2A plus n-1 into D.
n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ആണ്. അതിൽ nth ടേമിനെ നമ്മൾ ലാസ്റ്റ് ടേമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ലാസ്റ്റ് ടേമിനെ നമ്മൾ L എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല കുറച്ചുകൂടി ഷോർട്ടാക്കിയിട്ട് എഴുതാം. സം ടു n ടേംസ് ഓഫ് NAP ഈക്വൽ ടു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം L എന്ന് എടുക്കുകയാണെങ്കിൽ n/2 ഇൻറ്റു a പ്ലസ് L എന്ന് എഴുതാം. അപ്പം ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ ഈ ഫോർമുലയാണ് എളുപ്പം. എയും ഡിയും അറിഞ്ഞിരുന്നാൽ ഏത് ഫോർമുല ഉപയോഗിക്കാം? ഈ ഫോർമുലയാണ് കൂടുതൽ എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഫോർമുല നന്നായിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് അറിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഷോർട്ടായിട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് AM എന്നാണ്. അറിത്മെറ്റിക് മീൻ AM. അതായത് 3 നമ്പേഴ്സ് ഒരു APയിലാണെങ്കിൽ, ഇപ്പോൾ AXB തുടർച്ചയായിട്ടുള്ള 3 ടേംസാണ് ഒരു APയിലുള്ളതെങ്കിൽ നടുക്കുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് A,X,B ആർ ഇൻ AP, then X ഈസ് കോൾഡ് ദി അറിത്മെറ്റിക് മീൻ ഓഫ് A ആൻഡ് B. നമുക്കറിയാം ഇതിനിടയിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ X മൈനസ് A ഏതിനോട് ഈക്വൽ ആയിരിക്കും? B മൈനസ് Xനോട് ഈക്വൽ ആയിരിക്കും. ആ ഡിഫറൻസ് സെയിം ആയിരിക്കും APയിലാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിത്മെറ്റിക് മീൻ X കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? A പ്ലസ് B/2. എയും ബിയും ആഡ് ചെയ്ത് പകുതിയാക്കിയാൽ നമുക്കതിന് നടുക്കുള്ള എക്സിനെ കിട്ടും. അപ്പോൾ അറിത്മെറ്റിക് മീനാണ് ഇതിനകത്ത് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തൊരു ടോപ്പിക്ക്. അറിത്മെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു അറിത്മെറ്റിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് A ആൻഡ് B ഈസ് ഈക്വൽ ടു A പ്ലസ് B/2. അപ്പോൾ ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന ഫോർമുല പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇതിനകത്ത് ആദ്യത്തെ ഒരു ടോപ്പിക്കിൽ വരുന്ന ഫോർമുലയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 2 നമ്പറിനിടയിലുള്ള ഒരു നമ്പറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? APയിലുള്ള 3 നമ്പേഴ്സ്, അതിൽ നടുക്കുള്ളതിനെ പറ്റിയാണ് നമ്മൾ അറിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞത്. ഇനി APയിലുള്ള കുറച്ചധികം നമ്പേഴ്സ് ഇപ്പം നോക്കാം. A1, A2, A3 അങ്ങനെ കുറേ നമ്പേഴ്സ്, n നമ്പേഴ്സ് നമ്മൾ എക്കും ബിക്കും ഇടയിൽ അറേഞ്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് സ്മോൾ എ അതിനിടയിൽ n നമ്പേഴ്സിനെ ഞാൻ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് B. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ഒരു AP ആണെങ്കിൽ, തുടർച്ചയായിട്ട് നമ്മൾ ഈ നമ്പേഴ്സ് എഴുതുമ്പോൾ അതൊരു AP ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ നടുക്കുള്ള ഈ നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് അറിത്മെറ്റിക് മീൻസ് എന്നാണ്. അറിത്മെറ്റിക് മീൻസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനുള്ളൊരു എളുപ്പ വഴിയാണ് ഇപ്പോൾ പറയുന്നത്. ഈ നമ്പേഴ്സിനെ നമ്മൾ അറിത്മെറ്റിക് പ്രോഗ്രഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ n നമ്പേഴ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ B എന്ന് പറയുന്ന നമ്പർ n+2th ടേം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കുറച്ച് നമ്പർ എടുത്തിട്ട് എഴുതി നോക്കാം. ഇപ്പോൾ എക്കും ബിക്കും ഇടയിൽ ഞാനൊരു 3 നമ്പർ എടുക്കുന്നു വിചാരിക്കാം. A1, A2, A3 3 നമ്പർ ഞാൻ അറേഞ്ച് ചെയ്തു. ഇതൊരു APയിലാണെന്ന് വിചാരിക്കുക. APയിലാണെങ്കിൽ ഈ B എന്ന് പറയുന്ന നമ്പർ എത്രാമത്തതായിരിക്കും? നമ്മൾ 3 നമ്പറാണ് നമ്മൾ ഇതിനിടയിൽ കൊടുത്തത് അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5 5th ടേം ആയിരിക്കും B. അതായത് 3 നമ്പർ നമ്മൾ എക്കും ബിക്കും ഇടയിൽ കൊടുത്തു. ഈ 2 നമ്പറും കൂടി കൂട്ടിയാൽ ആകെ 5 നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? 5 ടേംസ് ഉണ്ടാവും APക്ക്. അപ്പോൾ B എന്ന് പറയുന്നത് എത്രാമത്തെ ആയിരിക്കും? 5th ആയിരിക്കും. അതായത് 3 കൊടുക്കുമ്പോൾ B 5th ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനിടയിൽ n നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ B എത്രാമത്തായിരിക്കും? n+2th ടേം ആയിരിക്കും B. അപ്പോൾ ആ ഫോർമുലയിനകത്ത് നമുക്കൊരു കാര്യം ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. D എന്ന് പറയുന്ന ഈ ഫോർമുല. അതായത് നമുക്കതിനൊന്ന് എഴുതി നോക്കാം. ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് n+2th ടേമാണ് B എന്ന് എഴുതി അല്ലേ? അതായത് B ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D nth ടേമാണ്. അപ്പോൾ n+2th ടേം എഴുതുമ്പോൾ n+2 - 1 ഇൻറ്റു D. അതായത് A പ്ലസ് n+1 ഇൻറ്റു n+2 - 1 എന്ന് പറയുമ്പോൾ n+1 ആണ് D എന്ന് വരും.
അവിടെ നമുക്ക് ഡി ഒന്ന് സോൾവ് ചെയ്താൽ എ ഇങ്ങോട്ടേക്ക് എടുത്താൽ ബി മൈനസ് എ ഈക്വൽ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ഡി കിട്ടും. അപ്പോൾ ഡി എങ്ങനെ കണ്ടുപിടിക്കാം? ബി മൈനസ് എ ബൈ എൻ പ്ലസ് വൺ. അപ്പോൾ നമ്മൾ ഡി എന്നുള്ള ഫോർമുല ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ ഫോർമുല നിങ്ങൾക്ക് ഈ ടേംസ് നോക്കിയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിർബന്ധമില്ല ഈ ഫോർമുല, എന്നാലും ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് ഡിയുടെ വാല്യൂ ഡയറക്റ്റ് കാണേണ്ട സന്ദർഭം വരുവാണെങ്കിൽ ബി മൈനസ് എ ബൈ എൻ പ്ലസ് വൺ എടുത്താൽ നമുക്ക് ഡി കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടേംസ് എഴുതാലോ. എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ എയോട് ഡി കൂട്ടിയാൽ അടുത്തത് കിട്ടും. വീണ്ടും ഡി കൂട്ടിയാൽ A2 കിട്ടും, A3. അങ്ങനെ n നമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ അറിത്മെറ്റിക് മീൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ നമ്മൾ കുറേ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് അതൊരു AP ആക്കി മാറ്റുകയാണെങ്കിൽ ആ നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? അറിത്മെറ്റിക് മീൻസ്. അപ്പോൾ അത്തരം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാകും. ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എയോട് ഡി കൂട്ടി നമുക്ക് ആ സീക്വൻസിനെ എഴുതാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അറിത്മെറ്റിക് മീൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ പ്രിലിമിനറി ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള ഈ ടോപ്പിക്കിൽ നേരത്തെ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് all natural numbers lying between 100 and 1000 which are multiples of 5. 100നും 1000നും ഇടയിലുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 5ൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ടേം അതുപോലെ ആ പ്രോഗ്രഷൻ AP ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിൻ്റെ ഫസ്റ്റ് ടേം അറിയണം, അതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയണം, എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എത്ര ടേംസ് ഉണ്ടെന്നും കൂടി അറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ ദി ഫസ്റ്റ് ടേം ഈസ് ഇൻ ബിറ്റ്വീൻ 100 and 1000 ആണ്. അപ്പം ഫസ്റ്റ് ടേം 100 കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ 5ൻ്റെ മൾട്ടിപ്പിൾ. ദർഫോർ വി ക്യാൻ ടേക്ക് ദി ഫസ്റ്റ് ടേം ആസ് എ ഈക്വൽ ടു 105 ആൻഡ് ലാസ്റ്റ് ടേം ഈസ് ദി നമ്പർ ജസ്റ്റ് ബിഫോർ 1000 വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പോൾ തൊട്ട് താഴെയുള്ള 1000 തൊട്ട് താഴെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കതിനെ 995 എന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 995 ആണ്. അതുപോലെ ഇനി എത്ര ടേംസ് ഇനി ഇടയിലുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മ് കാണുന്ന ഫോർമുല ഏതാണ്? SN ഈക്വൽ ടു n/2 ഇൻറ്റു A പ്ലസ് AN ലാസ്റ്റ് ടേം അല്ലേ. AN മീൻസ് ലാസ്റ്റ് ടേം AN. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ നമുക്ക് എയും ANനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ D നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എന്താണ്? 5ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് D എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേംസിൻ്റെ എണ്ണം n എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് D കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അതിനോട് 1 കൂട്ടിയാൽ നമുക്ക് n കിട്ടും. അപ്പോൾ ഈ ഫോർമുല നമുക്ക് nth ടേമിനകത്ത് നിന്ന് കിട്ടുന്ന ഫോർമുലയാണ്. അത് നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്ത് ഇതുപോലെ ബോക്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. നമ്മൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഫോർമുല ഇവിടെ nth ടേമിൻ്റെ ഫോർമുലേൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫോർമുലയാണിത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പോൾ n എങ്ങനെ കണ്ടുപിടിക്കാം? n ഈസ് ഈക്വൽ ടു 995 മൈനസ് 105 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1. അപ്പോൾ ഇതിനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 890 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 വരും. അതായത് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 178 വരും പ്ലസ് 1 ഈക്വൽ ടു 179. അപ്പോൾ n എന്ത് കിട്ടി? 179 കിട്ടി. ദർഫോർ സം ഓഫ് n ടേംസ് ഇസ് ഈക്വൽ ടു 179 ബൈ 2 ഇൻറ്റു 105 പ്ലസ് 995. ഇനി ആ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇസ് ഈക്വൽ ടു 179 ബൈ 2 ഇൻറ്റു 1100 വരും.
ഇനി ഇതിൽ 2 നമുക്ക് 1100ൽ 550 ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ദെൻ മൾട്ടിപ്ലൈ 179 ആൻഡ് 550. You will get 98,450 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഹൗ മെനി ടേംസ് ഓഫ് ദി AP -6, -11/2, -5 etc. ആർ നീഡഡ് ടു ഗിവ് ദി സം -25. ഇവിടെ സമ്മ് തന്നിട്ടുണ്ട്. നമ്മൾ എത്ര ടേംസ് ഈ AP ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n ആണ് കാണേണ്ടത്, സമ്മ് SN ആണ്. അപ്പോൾ SN നമുക്ക് എഴുതാം SN ഈക്വൽ ടു -25. എത്ര ടേംസ് ഉണ്ടെന്ന് കാണണം. അപ്പോൾ n ആണ് കാണേണ്ടത്. ഇതിൽ ഫസ്റ്റ് ടേം A ഈക്വൽ ടു -6 ആൻഡ് D ഈക്വൽ ടു സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. അപ്പം -11/2 -6 ദാറ്റ് ഈസ് +6 ഇറ്റ് ഈസ് ഈക്വൽ ടു -11 + 12/2 ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ D 1/2 ആണ്. n ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കപ്പോൾ SNൻ്റെ ഫോർമുല n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു D എന്നുള്ള ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു -25. ഇതിൽ എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n/2 2a ഇപ്പോൾ -12 + n-1 ഇൻറ്റു D ഈസ് 1/2 ഈക്വൽ ടു -25. ഇനി ഇതിനകത്ത് ടു നമുക്ക് റൈറ്റിലേക്ക് എടുത്താൽ അടുത്തൊരു പേജിൽ എഴുതാം n/2 ഇൻറ്റു -12 + n-1/2 ഈക്വൽ ടു -25. അപ്പോൾ 2നെ നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. n/2 -24 + n-1 ഓൾ ഡിവൈഡഡ് ബൈ 2. ബ്രാക്കറ്റിലൊന്ന് 2 കോമൺ ഡിനോമിനേറ്റർ ആക്കിയാൽ -25 കിട്ടും. ഇനി 2 × 2 നമുക്കറിയാം, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2. 2 × 2 4 ആണ്. ഇതിങ്ങോട്ടേക്ക് എടുത്താൽ n ഇൻറ്റു -25 + n ഈക്വൽ ടു -100 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -25n + n² ഈക്വൽ ടു -100. ഇനി എല്ലാ ടേമും ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ n² -25n + 100 ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും എന്നിലുള്ള. ഇനി അത് സോൾവ് ചെയ്യും. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ n² -25n + 100 ആണ് നമ്മുടെ ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ. ഇത് ഫാക്ടറൈസേഷനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ n-20 ഇൻറ്റു n-5 എന്ന് എടുക്കാം. കാരണം സമ്മ് -25ഉം പ്രോഡക്റ്റ് 100ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്താൽ -20ഉം 5ഉം എടുത്താൽ ഫാക്ടറൈസ് ചെയ്യാം നമുക്ക് എളുപ്പത്തിൽ. ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അപ്പോൾ n-20 0 ആണെങ്കിൽ n ഈക്വൽ ടു 20 എന്ന് കിട്ടും. അതുപോലെ n-5 ഈക്വൽ ടു 0 ഇംപ്ലൈസ് n ഈക്വൽ ടു 5. അപ്പോൾ n-20ഉം n ഈക്വൽ ടു 5ഉം ആണ്. ഇതിൽ n-ന് നമുക്ക് എടുക്കാവുന്ന വാല്യൂ 5 or 20 ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 5 or 20. n ഈക്വൽ ടു 20 or 5. Third question. In an AP, first term is 2 and the sum of the first 5 terms is 1/4 of the next 5 terms. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ നമുക്കൊന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് ടേം ഈസ് 2, therefore a ഈക്വൽ ടു 2. സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ്, അതായത് S5, ഈസ് 1/4 ഓഫ് ദി നെക്സ്റ്റ് 5 ടേംസ്. നെക്സ്റ്റ് 5 ടേംസ് എന്ന് പറയുമ്പം 6th ടേം മുതൽ 10th ടേം വരെയുള്ള സമ്മാണ് നെക്സ്റ്റ് 5 ടേംസ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ആകെയുള്ള 10 ടേംസിൻ്റെ സമ്മിൽ നിന്ന്, അതായത് S10ൽ നിന്ന് ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ്, അതായത് S5 മൈനസ് ചെയ്താൽ നമുക്ക് S5ന് ശേഷമുള്ള 5 ടേമിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇക്വേഷനാക്കി എഴുതുന്നത് ശ്രദ്ധിക്കാം. ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് 1/4 ഓഫ് നെക്സ്റ്റ് 5 ടേംസ് എന്ന് പറയുമ്പം S10ൽ നിന്ന് S5 മൈനസ് ചെയ്തതിനോട് ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ഈ ഇക്വേഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ S5 ഈക്വൽ ടു S10/4 മൈനസ് S5/4 എന്ന് വരും. S5 രണ്ട് ടേം ഒരുമിച്ച് വരുമ്പോൾ S5 5/4 S5 ഈക്വൽ ടു S10/4. അപ്പോൾ ആ രണ്ട് 4 കട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് 5S5 ഈക്വൽ ടു 5S5 ഈക്വൽ ടു 10 5S5 ഈക്വൽ ടു S10 എന്ന് കിട്ടും. 5S5 ഈക്വൽ ടു S10 എന്ന് കിട്ടും. ഇനി ആ ഇക്വേഷൻ നമുക്ക് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ് 2 എന്ന് തന്നിട്ടുണ്ട്. 5 ഇൻറ്റു S5ന് നമുക്ക് 5 ടേമിൻ്റെ സമ്മിനെ നമുക്കിങ്ങനെ എഴുതാം n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ 5/2 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, ദാറ്റ് ഈസ് 4d ഈക്വൽ ടു S10ന് നമുക്ക് 10/2 ഇൻറ്റു 2a പ്ലസ്, അപ്പോൾ 2 ഇൻറ്റു 2 4 പ്ലസ് 9d എന്ന് എഴുതാം. അവിടെ 2 നമുക്ക് രണ്ട് സൈഡിലും കട്ട് ചെയ്യാം. 25 ഇൻറ്റു 4 പ്ലസ് 4d ഈക്വൽ ടു 10 ഇൻറ്റു 4 പ്ലസ് 9d എന്ന് എഴുതാം. ദാറ്റ് ഈസ് 100 പ്ലസ് 100d ഈക്വൽ ടു 40 പ്ലസ് 90d. 100d മൈനസ് 90d എന്ന് പറയുമ്പോൾ 10d ഈക്വൽ ടു 40 മൈനസ് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു -60. ദെർഫോർ d ഈക്വൽ ടു, ഇപ്പോൾ കിട്ടിയത് 10d ഈക്വൽ ടു -60d. ദെർഫോർ d ഈക്വൽ ടു -6 വരും. -60 അല്ല, d ഇല്ല ഇവിടെ, -60. ദെർഫോർ d ഈക്വൽ ടു -6. d കിട്ടിക്കഴിഞ്ഞു. a ഓൾറെഡി ഗിവൺ ആണ്. a നമുക്ക് നേരത്തെ അറിയാം, a ഈക്വൽ ടു 2 ആണ്. a 2 ആയതുകൊണ്ട് നമുക്കതിൻ്റെ 20th ടേം കണ്ടുപിടിക്കാം. 20th ടേം A20 ഈക്വൽ ടു ഫോർമുല a പ്ലസ് 19d, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 19 ഇൻറ്റു -6, ദാറ്റ് ഈസ് ഈക്വൽ ടു -112. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ഇത് ചെയ്യാം. പക്ഷേ മാത്തമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം സ്റ്റെപ്സൊക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതുപോലെ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ചോദ്യം, 4th ക്വസ്റ്റ്യൻ. ഇൻ എൻ AP, ദി pth term is 1/q and qth term is 1/p. Prove that the sum of first PQ terms is 1/2 PQ plus 1, where p not equal to q. ഇവിടെ pth term എന്ന് പറയുമ്പോൾ നമുക്കതിനെ AP എന്ന് എഴുതാം. pth term എന്ന് പറയുമ്പോൾ AP ആണ്. AP is 1/q and AQ is 1/p. APയെ നമുക്ക് AN എന്താണ് ഫോർമുല? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം a ആണെങ്കിൽ a പ്ലസ് p മൈനസ് 1 ഇൻറ്റു d എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/q. AQവിനെ a പ്ലസ് q മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 1/p എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. അതായത് സം ഓഫ് ഫസ്റ്റ് PQ ടേം, സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എയും ഡിയും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്പർ ഓഫ് ടേംസ് പറയണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം എയും ഡിയും കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ രണ്ടെണ്ണം കൺസിഡർ ചെയ്യുക. a പ്ലസ്, ഒന്നാമത്തെ ഇക്വേഷൻ a പ്ലസ് p മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 1/q. This is the first equation, and second equation a plus q minus 1 into d equal to 1/p. This is the second equation. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ്റെ അകത്തുനിന്ന് രണ്ടാമത്തെ ഇക്വേഷനെ മൈനസ് ചെയ്യാം. കാരണം ഒരു എയോ ഡിയോ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കാൻ വേണ്ടി അത് ചെയ്യുന്നത്. അപ്പോൾ a മൈനസ് എ, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ a പോകും. p മൈനസ് 1
ഡി മൈനസ് ക്യൂ മൈനസ് 1 ഡി. എ മൈനസ് എ 0 ആയിപ്പോയി. പി മൈനസ് 1 ഡി മൈനസ് ക്യൂ മൈനസ് 1 ഡി ഈക്വൽ ടു 1/q മൈനസ് 1/p. അപ്പോൾ ഇവിടെ നിന്ന് ഡി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പി മൈനസ് 1, അതായത് ഈ രണ്ട് ടേമിലും ഡി കോമൺ ആണ്. അപ്പോൾ ഡി നമ്മൾ പുറത്തിട്ടു. പി മൈനസ് 1 ആദ്യത്തേലുണ്ട്, ക്യൂ മൈനസ് 1 രണ്ടാമത്തേലുണ്ട്. അപ്പോൾ പി മൈനസ് 1 മൈനസ്, അപ്പോൾ അതിന് കുഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കാം, മൈനസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ട് പി ക്യൂ ഡിനോമിനേറ്റർ എടുത്താൽ ഇവിടെ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പുറത്ത് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പി മൈനസ് ക്യൂ ബൈ പി ക്യൂ എന്ന് കിട്ടും. ഇനി ഈ ബ്രാക്കറ്റിനുള്ളിൽ ഡി, ഈ ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഈ രണ്ട് ടേമിനും കൊടുക്കണം. അപ്പോൾ അത് മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? ഡി ഇൻറ്റു പി മൈനസ് 1 മൈനസ് ക്യൂ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 ഈക്വൽ ടു പി മൈനസ് ക്യൂ ബൈ പി ക്യൂ. ഡി ഇൻറ്റു മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസലായാൽ പി മൈനസ് ക്യൂ ഈക്വൽ ടു പി മൈനസ് ക്യൂ ബൈ പി ക്യൂ. പി മൈനസ് ക്യൂ രണ്ട് സൈഡിലും വരുന്നതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് ക്യാൻസലാക്കി കഴിഞ്ഞാൽ ഡി കിട്ടുന്നത് 1/pq എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഇനി എ കിട്ടണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം കാണാൻ ഞാൻ ആദ്യത്തെ ഒരു ഇക്വേഷനിൽ ഇത് കൊടുക്കാം. അപ്പോൾ എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു, നമുക്കറിയാം 1/q ആണ്. അതിൽ ഡിക്ക് പകരം ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു നമുക്ക് കിട്ടിയ വാല്യൂ 1/pq ആണ്, ഈക്വൽ ടു 1/q. ദർഫോർ എ ഈക്വൽ ടു 1/q മൈനസ് പി മൈനസ് 1/pq. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ നമുക്ക് പി ക്യൂ എടുക്കാം. അപ്പോൾ ഇവിടെ പി ക്യൂ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ പി കൊണ്ട് മേലെ മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ നമുക്ക് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പി മൈനസ് ഓഫ് പി മൈനസ് 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു പി മൈനസ് പി. അടുത്ത പേജിൽ എഴുതാം, നമുക്ക് അടുത്ത പേജിൽ എഴുതാം. Therefore A equal to P minus P plus 1/pq. പിയും മൈനസ് പിയും പോയാൽ വീണ്ടും 1/pq തന്നെ കിട്ടും. അപ്പോൾ എയും 1/pq ആണ്, ഡിയും നമുക്ക് കിട്ടിയത് എന്താണ്? 1/pq ആണ്. എയും ഡിയും കിട്ടി. ഇനി നമുക്ക് സം ഓഫ് പി ക്യൂ ടേംസ്, അപ്പോൾ SPQ ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് പി ക്യൂ ടേംസ് ഇസ് ഈക്വൽ ടു, ഫോർമുല ഉപയോഗിക്കാം, n/2, അതായത് pq/2, എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 1/pq പ്ലസ് pq മൈനസ് 1 ഇൻറ്റു ഡി, അതായത് വീണ്ടും 1/pq. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a, അല്ലേ? 2a എന്ന് വേണം, 2/pq, 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പോൾ അവിടെ pq/2 2 ഇൻറ്റു 1/pq പ്ലസ് pq മൈനസ് 1 ഇൻറ്റു 1/pq. അപ്പോൾ അവിടെ നമുക്കൊന്നുകൂടി എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു SPQ ഈക്വൽ ടു pq/2 2/pq പ്ലസ് n മൈനസ് means pq minus 1 into d. d means 1/pq. 1/pq എന്ന് പറയുമ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ pq എന്ന് പറയും. ഇറ്റ് ഈസ് ഈക്വൽ ടു pq/2. കോമൺ ആയിട്ട് pq നമുക്ക് ഡിനോമിനേറ്റർ എടുക്കാം. രണ്ടിലും pq ഡിനോമിനേറ്റർ ആണ്. 2 പ്ലസ് pq മൈനസ് 1. 2 മൈനസ് 1 എത്രയാണ്? 1 ആണ്. pq ഗെറ്റ് ക്യാൻസൽഡ്. 1/2 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ വരിക? 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ pq പ്ലസ് 1. ഇതാണല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് SPQ സം ഓഫ് pq ടേംസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് pq പ്ലസ് 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും കുറച്ചുകൂടി
ഡിഫിക്കൽട്ടി ലെവലുള്ള ചോദ്യങ്ങളാണ് AP ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ടൊന്ന് എഴുതി പഠിച്ചാൽ ശരിയായിക്കോളും. 1-2 പ്രാവശ്യം എഴുതി പഠിച്ചാൽ ഈ ചോദ്യം നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. സം ഓഫ് ഫസ്റ്റ് PQ, R terms of an AP are A, B, C respectively. Prove that A by P Q minus R, B by Q R minus P, C by P C by R P minus Q equal to 0. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് PQR ടേംസിൻ്റെ സമ്മ് ABC ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. SP എന്ന് പറയുന്നത് A ആണ്, അതുപോലെ SQ എന്ന് പറയുന്നത് B ആണ്, SR എന്ന് പറയുന്നത് C ആണ്. നമ്മുടെ APയുടെ അപ്പോൾ ഇവിടെ നമ്മൾ APക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ലെറ്റേഴ്സൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ A എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി നമ്മുടെ APയുടെ ഫസ്റ്റ് ടേം, അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. ലെറ്റ് ക്യാപിറ്റൽ A ബി ദി ഫസ്റ്റ് ടേം. നമുക്ക് ലെറ്റർ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ A1 എടുത്താലും മതി. ക്യാപിറ്റൽ A ബി ദി ഫസ്റ്റ് ടേം ആൻഡ് അല്ലെങ്കിൽ A1 എടുക്കാം. നമുക്ക് A1 ബി ദി ഫസ്റ്റ് ടേം ആൻഡ് D ബി ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി AP. അപ്പോൾ നമുക്ക് SP എങ്ങനെ എഴുതാം? SP ഈക്വൽ ടു A ആണ് അല്ലേ? SP ഈക്വൽ ടു A ആണ്. SP നമുക്ക് ഇങ്ങനെ എഴുതാം. P/2 ഇൻറ്റു A പ്ലസ് അല്ലേ, 2A1 പ്ലസ് P-1 ഇൻറ്റു D ഈക്വൽ ടു A ആണ്. ഇനി അതുപോലെ SQ ആണ് B. അപ്പോൾ Q/2 2A1 പ്ലസ് Q-1 ഇൻറ്റു D ആണ് നമ്മുടെ B. ഇനി R/2 2A1 പ്ലസ് R-1 ഇൻറ്റു D ആണ് C എന്ന് പറയുന്ന ടേം. ഇനി ഇതിനെ A/P, P കൊണ്ട് നമ്മൾ ഈ Pനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ A/P കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് A/P എഴുതാം. A/P എന്തായിരിക്കും? A/P ഈക്വൽ ടു 1/2 ഇൻറ്റു നോക്കാം, ഈ Pനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്താൽ A/P കിട്ടും. 1/2 ഇൻറ്റു 2A1 പ്ലസ് P-1 ഇൻറ്റു D. 1/2 ഇൻറ്റു 2A പ്ലസ് P-1 ഇൻറ്റു D ആണ് A/P. അങ്ങനെയാണെങ്കിൽ B/Q നമുക്ക് അതേപോലെ എഴുതാം. 1/2 2A പ്ലസ് Q-1 ഇൻറ്റു D ആണ്. ഇനി C/R ഈക്വൽ ടു 1/2 ഇൻറ്റു 2A1 എടുക്കണം. ഫസ്റ്റ് ടേമിന് നമ്മൾ A1 എടുത്തിട്ടുണ്ട്, മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. 2A1 ഇൻറ്റു A1 പ്ലസ് R-1 ഇൻറ്റു D എന്നെടുക്കാം. A/P ഇൻറ്റു Q-R. A/P ഇൻറ്റു Q-R ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു Q-R ഇൻറ്റു 2A1 പ്ലസ് P-1 ഇൻറ്റു D. 2A1 പ്ലസ് P-1 ഇൻറ്റു D ഇങ്ങനെ എടുക്കാം. അതുപോലെ B/Q ഇൻറ്റു R-P. ഇതിനെ നമുക്ക് 1/2 ഇൻറ്റു R-P ബ്രാക്കറ്റിൽ 2A1 പ്ലസ് Q-1 ഇൻറ്റു D എന്ന് കൊടുക്കാം. അതുപോലെ C/R ഇൻറ്റു P-Q ഈക്വൽ ടു 1/2 ഇൻറ്റു P-Q ഇൻറ്റു 2A1 പ്ലസ് R-1 ഇൻറ്റു D. അപ്പോൾ അതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ്റെ അകത്ത് ലെഫ്റ്റിൽ വേണ്ട സാധനമൊക്കെ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ ഏത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് ചെയ്യുന്നു. A/P ഇൻറ്റു
ക്യൂ മൈനസ് ആർ പ്ലസ് ബി ബൈ ക്യൂ ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് സി ബൈ ആർ ഇൻറ്റു പി മൈനസ് ക്യൂ ഈക്വൽ ടു ഇത് നമ്മൾ ഈ ആഡ് ചെയ്യുന്നു, 3 കൂടി ആഡ് ചെയ്യുന്നു, 3 ഇക്വേഷൻ. അത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1, ഒന്നാമത്തേനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, ഇതിനെ 2 എന്ന് വിളിക്കാം, ഇതിനെ 3 എന്ന് വിളിക്കാം. അപ്പോൾ 1 + 2 + 3 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ 0 കിട്ടണം നമുക്ക്, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഇത് 0ലേക്ക് വരുന്നതെന്ന് ശ്രദ്ധിക്കാം. ഈ ലെഫ്റ്റ് നമുക്കറിയാം, ഇത് 3 കൂടി കൂട്ടുമ്പോൾ a by p q minus r plus b by q r minus p plus c by r p minus q. ഈ റൈറ്റിൽ നമ്മൾ കൂട്ടുമ്പോൾ നമുക്കറിയാം 1/2 എല്ലാത്തിലും ഉണ്ട് അല്ലേ, കോമൺ ആയിട്ട്. ആ 1/2നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/2 കോമൺ ആയിട്ട് എഴുതാം, 1/2. ഇനി ഉള്ളിൽ ശ്രദ്ധിക്കാം, ഉള്ളിൽ ഈ q മൈനസ് ആർ ഒന്നാമത്തെ എഴുതി നോക്കുക, ക്യൂ മൈനസ്, രണ്ടാമത്തെ ആർ മൈനസ് പി, പി മൈനസ് ക്യൂ, എല്ലാം 3 തരത്തിലാണ്. പക്ഷേ ഇതിൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യത്തെ ടേം നോക്കിയേ, എല്ലാത്തിലും ഏതാണ്, 2a1 ആണ്. അപ്പോൾ ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ 2a1 ഇൻറ്റു ക്യൂ മൈനസ് ആർ. ഇവിടെ ആദ്യം വരുന്നത് ഏതാ, 2a1 ഇൻറ്റു ആർ മൈനസ് പി. ഇവിടെ ആദ്യം വരുന്നത് 2a1 ഇൻറ്റു പി മൈനസ് ക്യൂ, അതാണ് ആദ്യം വരിക. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം, പിന്നെ രണ്ടാമത്തെ ടേമിൻ്റെ പ്രോഡക്റ്റിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് 2a1 ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് 2a1 ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് 2a1 ഇൻറ്റു പി മൈനസ് ക്യൂ. ഇനി അടുത്ത ടേമിൻ്റെ സമ്മ നമുക്ക് എടുക്കാം. അടുത്ത ടേമിൻ്റെ സമ്മ എന്ന് പറയുമ്പോൾ ക്യൂ മൈനസ് ആർ ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ അതിലും എല്ലാത്തിലും ഡി ഉണ്ട്. അപ്പോൾ ഡി എല്ലാത്തിലും വരുന്നുണ്ട്. ക്യൂ മൈനസ് ആർ ഇൻറ്റു പി മൈനസ് 1, ആർ മൈനസ് പി ഇൻറ്റു ക്യൂ മൈനസ് 1, പി മൈനസ് ക്യൂ ഇൻറ്റു ആർ മൈനസ് 1. അപ്പോൾ നമുക്കത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എഴുതിയാൽ സമ്മ എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എടുക്കുന്നത് ക്യൂ മൈനസ് ആർ ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ഡി, പിന്നെ ആർ മൈനസ് പി ഇൻറ്റു ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി പ്ലസ് പി മൈനസ് ക്യൂ ഇൻറ്റു ആർ മൈനസ് 1 ഇൻറ്റു ഡി. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് പുതിയൊരു പേജിൽ എഴുതാം. കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഒരു പുതിയ പേജിലേക്ക് നമ്മൾ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 2a1. ഇവിടെ നമ്മൾ a1ൻ്റെ കൂടെയുള്ള എല്ലാ ടേംസിനെയും ഒന്ന് കോമൺ ആയിട്ട് 2a1 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ക്യൂ മൈനസ് ആർ, ആർ മൈനസ് പി, പി മൈനസ് ക്യൂ അത് ആഡ് ചെയ്യുന്നു. ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ ആഡ് ചെയ്തു. ഇനി ഡിയുടെ കൂടെയുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡിയുടെ കൂടെയുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത്, നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. ഡിയുടെ കൂടെ വരുന്നത് ക്യൂ മൈനസ് ആർ ഇൻറ്റു പി മൈനസ് 1 പ്ലസ് ആർ മൈനസ് പി ഇൻറ്റു ക്യൂ മൈനസ് 1 പ്ലസ് പി മൈനസ് ക്യൂ ഇൻറ്റു ആർ മൈനസ് 1 ഇങ്ങനെ കൊടുക്കാം. ഇനി അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കാം, ക്യൂ മൈനസ് ക്യൂ ക്യാൻസൽ ആവും, മൈനസ് ആർ പ്ലസ് ആർ ക്യാൻസൽ ആവും, മൈനസ് പി പ്ലസ് പി ക്യാൻസൽ ആവും. അപ്പോൾ ഈ ബ്രാക്കറ്റ് മൊത്തം 0 ആയിരിക്കും. അപ്പോൾ ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി, അവിടെ 2a1 ഇൻറ്റു 0 എന്നായി. അപ്പോൾ അവിടെ ഒരു ടേം 0 ആയി. ഇനി നമുക്ക് അടുത്ത ടേമിന് നോക്കാം. പ്ലസ് ഡി ഇൻറ്റു, ഡിയിൽ വരുന്ന ആദ്യത്തെ ടേം ക്യൂ പി, ബ്രാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഞാനിവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു, ഓരോ ബ്രാക്കറ്റും റിമൂവ് ചെയ്ത് എഴുതുകയാണ്. ക്യൂ ഇൻറ്റു പി, ക്യൂ ഇൻറ്റു 1, ആർ ഇൻറ്റു പി, ആർ ഇൻറ്റു 1, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ക്യൂ പി മൈനസ്
ക്യൂ മൈനസ് ആർ പി പ്ലസ് ആർ. ക്യൂ പി മൈനസ് ക്യൂ മൈനസ് ആർ പി പ്ലസ് ആർ പ്ലസ് ആർ ഇൻറ്റു ക്യൂ, ആർ ക്യൂ, ആർ ഇൻറ്റു -1 മൈനസ് ആർ മൈനസ് പി ക്യൂ, പിന്നെ പ്ലസ് പി, അടുത്തത് പ്ലസ് പി ആർ മൈനസ് പി മൈനസ് ക്യൂ ആർ പ്ലസ് ക്യൂ. ഇങ്ങനെയാണ് ടേംസ് വരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ക്യൂ പി നോക്കുക, ക്യൂ പി നമുക്ക് പ്ലസ് ക്യൂ പി ആണ്, അതായത് പി ക്യൂ മൈനസ് പി ക്യൂ ക്യാൻസലായി, മൈനസ് ക്യൂ ക്യാൻസലാവും, പ്ലസ് ക്യൂ ക്യാൻസലായി, മൈനസ് ആർ പിയും പ്ലസ് പി ആർ ക്യാൻസലായി, പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസലായി, ആർ ക്യൂ മൈനസ് ക്യൂ ആർ ക്യാൻസലായി, പിന്നെ പ്ലസ് പി മൈനസ് പി ക്യാൻസലായി. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് എല്ലാ ടേമും ക്യാൻസലായപ്പോൾ 0 ആയി. അതായത് ഹാഫ് ഇൻറ്റു ഉള്ളിൽ മൊത്തം 0 ആണ്, അപ്പോൾ 0 ഈക്വൽ ടു 0. നമുക്ക് 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഹാഫ് ഇൻറ്റു 0 ഈക്വൽ ടു 0. നന്നായി ശ്രദ്ധിച്ചെഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചെഴുതുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് എഴുതി പഠിക്കുക.